ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഇവിടെ സുഖമായിട്ട് പോണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം രാവിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ എടുത്തിട്ട് ബാക്കിയിലേക്ക് ഇങ്ങനെ പോകാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് അടിച്ചുവരാനും തുടക്കാനും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു പണി കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയിലൊക്കെ ജോലി കിടക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അയച്ചു അനി പോകല്ലേ? ഒരു റെഡിയാണ് കേട്ടോ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു റെഡി ആയിട്ട് മുന്നിൽ വന്ന് നിൽക്കട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബിരിയാണി മരുന്ന് ആദ്യം നമുക്ക് ചൂടാക്കിയെടുത്തൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം അതാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ ബിരിയാണി വെക്കാനുള്ളതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുള്ള ചിക്കൻ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വെക്കാൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബിരിയാണിയിൽ ആകെ ഉടഞ്ഞു പോകുമല്ലോ വിചാരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മഞ്ഞളും മുളകൊക്കെ പുരട്ടി വെച്ചിങ്ങോട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചതാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇതിന് നേരം പോകും വിചാരിച്ചിട്ട് ഒരു ശാലോ ഫ്രൈ ആക്കി ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ചിക്കൻ ആകുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഉള്ളിയും ക്യാരറ്റും അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. കുറച്ച് സൺഫ്ലവറും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ നെയ്യൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചിക്കനും നോക്കണം. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് കോരിയെടുക്കട്ടെ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇങ്ങനെ ചോറിലൊക്കെ ഇട്ടുകയാണെങ്കിൽ ആർക്കും വേണ്ട കേട്ടോ. അല്ലാതെ വെറുതെ കഴിക്കുകയാണെങ്കിൽ കൊടുന്ന് വെച്ചതൊക്കെ അപ്പം തിന്ന് കഴിക്കൂട്ടോ അവർ. നമുക്ക് മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കോരിയെടുക്കാം. ഇനി ഈ ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ സവാള ഒരു മേട് വലുപ്പത്തിലുള്ള ഒരു 3-4 സവാള ഇനി ഇതാ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് കല്ലുപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കോരി എടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒപ്പം പിന്നാലുണ്ട് കേട്ടോ. ഒപ്പം എടുക്കുന്നുണ്ട്. ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിക്കും വന്നിരിക്കുകയാണ് കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വറുത്ത് കോരി ഇതിനൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചോദിച്ചിട്ട് ഇടാനുണ്ടാകും അറിയില്ല. ഒരു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ടിപ്പരിപ്പാണ് കേട്ടോ കഴിക്കണം, മുന്തിരി അങ്ങനെ കഴിക്കണില്ല. ഇനി ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. നോക്കി ഗൈസ്, അണ്ടിപ്പരിപ്പ് മൊത്തം ഇത് കഴിച്ചിട്ടോ. അതാ രണ്ടാൾ ഇവിടെ ഇരിക്കണോക്കി. ഇതാ ഐശുമോൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിത്തെ അണ്ടിപ്പരിപ്പ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞാൻ ആകെ 2 മുന്തിരി അതേപോലെ കിടക്കുന്നുണ്ട് കേട്ടോ. കഴിച്ചിട്ടില്ല. ഇനി ഇത് കുറച്ച് മാറ്റിക്കട്ടെ. ചോറിലൊന്ന് ജസ്റ്റ് ഒന്ന് വിതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടാളവിടെ കയറി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ സവാളൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇഞ്ചി, പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടോ. ഇത് വഴണ്ടി വരുമ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഒന്ന് ലെവലാക്കട്ടെ കേട്ടോ. ഇതൊന്ന് അടിച്ചേക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് കൊടുത്ത് വേവിച്ചാൽ. അപ്പോൾ ഇതിൻ്റെ കുറേ തുണികളെ അലക്കി ഇതാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് റെഡി ആയിട്ട് അപ്പോൾ ഇതൊന്ന് വേവും ചെയ്യട്ടെ. ഇതിപ്പോൾ ശാലുവിൻ്റെ ഇതാനുവിൻ്റെ ഒക്കെ യൂണിഫോമുകളാണ് കേട്ടോ. ഇതൊക്കെ നേരത്തെ ഇട്ടതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ. എന്നിട്ട് അടുത്തതൊന്നും ഇടണം. ഇതിപ്പോൾ പുറത്ത് പോയി കൊണ്ടേ വെള്ളം കൊണ്ട് കഴുകാൻ വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ ഒന്ന് എടുത്തിടട്ടെ ആദ്യം. ഓട്ടോമാറ്റിക് അല്ലാതാണെങ്കിൽ പിന്നെ അതൊക്കെ ഒരുമിച്ച് അങ്ങോട്ടാവും. ഈ സെമി ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് മാറ്റിയിടണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തനിമോള് ഇവിടെയൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ. എന്നാൽ ഓള് വേഗം അടിച്ചു വരി തുടച്ചോളും. ഐശ്വര്യം ഇങ്ങോട്ട് പോന്നാണ് ദീദി അടിച്ചു വരികോട്ടെ. വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള തുണികളൊക്കെ അലക്കാൻ ഇട്ടിരിക്കുന്നത്.
ഇതൊക്കെ ഒന്ന് കഴുകി ഒക്കെ ലെവലാക്കണം. അപ്പോൾ അതാണ് നമ്മൾ തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് 2 ടീസ്പൂണൊക്കെ ഇടാം. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കട്ടെ. കുഞ്ഞാണ് വെക്കാം. വയ്യൻ്റെ തൊട്ടാ വയ്യൊക്കെ നല്ല ഫോൺ കളിയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവരൊന്നും നോക്കാത്തത്. ഒരു നിൽക്കൂല. ഒരു ഞാൻ എവിടെ ഇല്ല വെച്ചാൽ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. വെച്ചിട്ട് കുട്ടിയെ കളിയല്ലേ. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിനൊക്കെ ഇട്ടോ കേട്ടോ. കരുവേപ്പില കിട്ടിയില്ല കേട്ടോ. കരുവേപ്പില തന്നെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നടി കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഏത് ചേച്ചിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞതല്ലേ എനിക്ക്. ഞാൻ തക്കാളി അടിച്ചു വെച്ചതേനെ കേട്ടോ. അപ്പൊ അതുകൂടി ഞാൻ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് എന്റെ തനിമോള് കരിവേപ്പില കൊടുത്തതൊക്കെ അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടട്ടെ കേട്ടോ. അപ്പൊ അതാ നമ്മളെ ചോറിന്റെ വെള്ളത്തിൽ കുറച്ച് പട്ടിയും ഗ്രാമ്പും ഏലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരും കുറച്ച് നാരങ്ങ നീരൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കുറവാണ്. ചിക്കൻ എന്നാൾ ഞാൻ ഒരു ചിക്കൻ വാങ്ങിയിട്ട് അതിന് ബാക്കിയോണ്ടാണ് ഇത് വെക്കുന്നത്. അന്ന് ഞാൻ കുറച്ച് കറി വെച്ചു. ബാക്കി ഉണ്ടായിരുന്നത് എടുത്ത് വെച്ചതാ കറി വെക്കാണ്. അപ്പോഴാണ് ഒരു തോന്നല് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങളല്ലേ ഉള്ളൂ. അപ്പം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഞങ്ങൾ. അപ്പോൾ അവിടെ തുടക്കലൊക്കെ തനിമോള് കഴിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോഴാണ് പിന്നെ ഓർമ്മ വന്ന് തുടച്ചതൊക്കെ കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടോ. ഞാനിനി തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ചോപ്പറിലിട്ട് പെട്ടെന്ന് റെഡി ആക്കാമല്ലോ വിചാരിച്ചിട്ട്. ചോപ്പറിലാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ തൈര് ഉണ്ടാക്കാൻ വേണ്ടി സവാളയൊക്കെ ഞാൻ ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളകും കൂടി ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ. ഒന്നേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുട്ടികൾക്ക് കഴിച്ചാലുള്ളതുകൊണ്ട് എരിവ് പിന്നെ അധികം വേണ്ട. ഇതിലായി കഴിഞ്ഞാൽ 2 വരി വലിച്ചാൽ മതി. നമ്മുടെ തൈര് ഇവിടെ റെഡിയാവും. സവാളൊക്കെ നന്നായി ചോപ്പറിൽ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് തൈരും കൂടി വെച്ച് മിക്സാക്കി വെക്കണം. അപ്പോൾ ഇതാ നമ്മളെ തൈരൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് സത്യത്തിലുള്ള അരി മന്തിൻ്റെ റൈസാണ് കേട്ടോ. ഞാൻ മന്തി ഉണ്ടാക്കാൻ ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാൻ ആ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാനൊക്കെ ഉണ്ട്. തുടക്കലൊക്കെ തനിമോള് കഴിച്ചോണ്ട് കുട്ടികളെ കുളിയും അവളെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഊറ്റുക. അപ്പോൾ അതാ നമ്മളെ ചോറ് ദമ്മിടാൻ പോവുകയാണ് കേട്ടോ. മസാല നമുക്ക് അത് ചെമ്പട്ടിക്കൽ തന്നെയാണ് കേട്ടോ. ഈ ചെമ്പട്ടിയിലാണ് ഞാൻ വെക്കണത്. അപ്പോൾ ഇതാ ചെമ്പട്ടിക്കൊന്നും ഇടാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇതിനെ ഇതിൽ തന്നെ വെക്കാം. ഉഷാറായിട്ട് ദമ്മിടാലോ വിചാരിച്ചിട്ടാണ്. നമുക്ക് ഇതിക്ക് വാഴൻ്റെ ഇല വെച്ച് കൊടുക്കട്ടോ. ഇനി ഇതാ നമുക്ക് ഇങ്ങനെ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ദമ്മിട്ട് കൊടുക്കട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോറൊക്കെ ദമ്മ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടുക്കളേൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി എനിക്ക് കുളിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കുളിച്ചിട്ട് വരാം. തുണി വേണ്ടല്ലോ, ഞാൻ കുളിക്കണ്ടല്ലോ. ഐശു നമുക്ക് സുന്ദരിയായി കണ്ട് ഇരിക്കുകയാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. മെച്ചി ഇപ്പം വരാം കേട്ടോ ഐശു കേട്ടോ. എന്നിട്ട് മാമ തരാം കേട്ടോ. മെച്ചി കുളോള് കുച്ചിട്ട് ഇപ്പം വരാം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെ കുളി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ചോറ് ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് വേഗം കൊടുക്കട്ടെ. മക്കൾ ചോറ് 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 പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കത് പൊട്ടിക്കാൻ പോകട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ മക്കളെ. ഇതാ നമ്മൾ ചോറ് അപ്പോൾ അതാ ബിരിയാണിയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പ്ലേറ്റിക്ക് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ടേബിൾ മക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഐശു, ഷാലു, ഐസുമോള്, തനുമോള്, ഇത് ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുറച്ച് വിളമ്പി കൊടുത്താൽ കേട്ടോ കുട്ടികൾക്കൊക്കെ മതിടാ. എടാ കുട്ടീൻ്റെ കൈൻ്റെ അടുത്ത് വെള്ളം മാറ്റിക്കാൻ കഴിക്കാൻ വയ്യ, അത് പതുക്കെ കഴിക്കണമൊക്കെ എല്ലാം ശുന്തരിയാണ് വെച്ചിട്ട്. കഴിക്കടി കുഞ്ഞമ്മണിയെ, കുഞ്ഞമ്മണി വേഗം കഴിച്ചാണി. മതി കുട്ടി കഴിച്ചോട്ടാ, മിസ് കഴിച്ചോട്ടോ, തൈരൊക്കെ ഇതാട്ടോ. ആ മെച്ചി കഴിച്ചോണ്ട്, മെച്ചിക്ക് ഇതാ കാക്കു വിളമ്പി വെച്ചിക്കണ്. അച്ചാറുണ്ട്, തൈരുണ്ട്, പിന്നെ ചോറ് ബിരിയാണി. മന്തി റൈസ് കൊണ്ടാണ് കേട്ടോ ഞങ്ങളിന്ന് ബിരിയാണി വെച്ചിരിക്കുന്നത്. അപ്പൊ ദാ ഞങ്ങളെല്ലാവരും ചോറുന്നാണ്. ഇനി ചോറുന്നിട്ട് ആണ് കേട്ടോ. അപ്പോൾ ദാ നമ്മളെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഷാലിപ്പോൾ കളിക്കാൻ ഓടിട്ടോ. അവർക്ക് എന്താ ഫുട്ബോളിൻ്റെ മാച്ച് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ്ട് വേഗം ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞൊക്കെ തന്നെ വന്ന് ആൾക്കാർ വന്ന് വിളിച്ച് കൊണ്ടുപോയിട്ടോ. പിന്നെ തനുമോൾ ഇനി ഇരുന്ന് പഠിക്കുകയാണ്, നാളെ എക്സാം ഇല്ലതാണ്, അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ഇതാട്ടോ ഐഷു ഐമി, എവിടെ ഐഷു ഐമി? ആ അതാ ഐഷു ഐമി ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. അല്ലേ ഇനി ഉറങ്ങില്ലേ നമുക്ക്? വേണം വേണം വേണം. അപ്പോൾ അതാ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഷാരു കളിക്കാൻ പോയിട്ടോ. ആൾക്ക് പരീക്ഷയാണെന്നൊരു വിചാരമൊന്നുമില്ല, കളി മാത്രം. ഞാൻ രാത്രിയിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇരുന്ന് പഠിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ പഠിക്കൽ അടുത്ത വർഷം 10ാം ക്ലാസ് ആണ് കേട്ടോ. എന്താകും ഒന്നും അറിയില്ല. പിന്നെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും അവർ കുറച്ച് വ്യത്യാസമുണ്ട് പഠിക്കണ കാര്യത്തിൽ. അവർ ഈ സമയം പഠിക്കുകയാണെങ്കിൽ ആ സമയത്ത് പഠിക്കും, നമുക്ക് അങ്ങനെയൊക്കെ മാർക്ക് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ ഇരുന്ന് പഠിക്കില്ല. അപ്പോൾ എന്താവോ എക്സാമിന് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ വാങ്ങിയിട്ട് വരും ചെയ്യും കേട്ടോ. അപ്പോൾ ഓന് കളിക്കാൻ പോയിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഐശുവിനെ ഐമിനി ഐശുവിനെ ഐമിനെ ഉറക്കാൻ പോവുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് ഞാനൊന്ന് കിടക്കും. പിന്നെ തനുമോൾ അവിടെ പഠിക്കുകയാണ്. പിന്നെ അവർക്ക് എപ്പോഴും ഫോണിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ അവർക്ക് ഈ ഫോൺ ഞാൻ കൊടുക്കും കേട്ടോ. അതുപോലെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനോ ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നൊക്കെ നോക്കാനൊക്കെ ഈ ഫോൺ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി കൂടുതലൊന്നും പറഞ്ഞാണ് നിങ്ങൾ ബോറടിപ്പിക്കണില്ല. അപ്പോൾ പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, ഈ സമയത്ത് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ ബൈ.